നമസ്കാരം. ക്യൂ മലയാളം UK ന്യൂസിലേക്ക് സ്വാഗതം. UK വിദേശകാര്യ സെക്രട്ടറി ഇന്ത്യയിലെത്തി. UK വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ന്യൂഡൽഹിയിലെത്തി. ഡൽഹി വിമാനത്താവളത്തിലെത്തിയ അദ്ദേഹത്തെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതിനിധി സംഘം സ്വീകരിച്ചു. അധികാരമേറ്റതിനു ശേഷം ആദ്യ ഔദ്യോഗിക സന്ദർശനത്തിനായി UK വിദേശകാര്യ സെക്രട്ടറി ഇന്ത്യയിലെത്തിയ വിദേശകാര്യ സെക്രട്ടറിക്ക് ഊഷ്മള സ്വീകരണം നൽകിയതായി വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ എക്സിൽ കുറിച്ചു. ക്രിട്ടിക്കൽ മിനറൽസ്, സെമി കണ്ടക്ടേഴ്സ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, ഹെൽത്ത് ടെക്നോളജി, ടെലികമ്മ്യൂണിക്കേഷൻസ്, സുരക്ഷ എന്നീ മേഖലകളിൽ സഹകരണം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ട് ഇന്ത്യയും UKയും ബുധനാഴ്ച ഒരു സാങ്കേതിക സുരക്ഷാ സംരംഭം ആരംഭിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, വിദേശകാര്യമന്ത്രി S ജയശങ്കർ എന്നിവരുമായി UK വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി നടത്തിയ കൂടിക്കാഴ്ചയെ തുടർന്നാണ് ഈ സംരംഭത്തിന്റെ തുടക്കം കുറിച്ചത്. US-ഉമായി സമാനമായ ഒരു സംരംഭത്തിന്റെ കാര്യത്തിലെന്ന പോലെ ഇന്ത്യ UK ടെക്നോളജി സെക്യൂരിറ്റി ഇനിഷ്യേറ്റീവ് 2 രാജ്യങ്ങളിലെയും NSA-കൾ ഏകോപിപ്പിക്കും. UK റിസർച്ച് ആൻഡ് ഇന്നൊവേഷനും ഇന്ത്യയുടെ സയൻസ് ആൻഡ് ടെക്നോളജി വകുപ്പും ചേർന്ന് ഭാവിയിലെ ടെലികോം ഗവേഷണങ്ങൾക്കായി £7 മില്യൺ പുതിയ ധനസഹായവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹീത്രൂ, മാഞ്ചസ്റ്റർ തുടങ്ങിയ എയർപോർട്ടുകളിൽ പ്രതിഷേധവും ആക്രമണവും അറസ്റ്റും. യൂറോപ്പിലുടനീളമുള്ള ജസ്റ്റ് സ്റ്റോപ്പ് പ്രതിഷേധക്കാർ വ്യോമഗതാഗതം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചതിന്റെ ഭാഗമായി UKയിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളമായ ഹീത്രൂയിൽ 2 സ്ഥലങ്ങളിൽ ഇന്നലെ രാവിലെ 9 മണിക്ക് 7 പേരെ ഹീത്രൂ എയർപോർട്ടിൽ നിന്നും മറ്റു 3 പേരെ മറ്റൊരു സ്ഥലത്തു നിന്നും അറസ്റ്റ് ചെയ്തതായി മെട്രോപൊളിറ്റൻ പോലീസ് അറിയിച്ചു. മറ്റൊരു സംഭവത്തിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു വീഡിയോയിൽ ഗ്രേറ്റർ മാഞ്ചസ്റ്റർ പോലീസുകാർ 2 യുവാക്കളെ ക്രൂരമായി മർദ്ദിക്കുന്നതായുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. പിന്നീട് പോലീസിന്റെ വിശദീകരണത്തിൽ കുറച്ച് യുവാക്കൾ തമ്മിൽ നടന്ന തർക്കം അടിപിടിയിൽ കലാശിച്ചപ്പോൾ പോലീസ് അവരെ പിടിച്ചുമാറ്റുന്നതിനിടയിൽ അവർ പോലീസുകാരെ ആക്രമിച്ചതിന് ശേഷമാണ് പോലീസ് ക്രൂരമായി അവരോട് പെരുമാറിയത് എന്ന് പ്രസ്താവനയിൽ പറയുന്നു. സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥനെ പ്രവർത്തന ചുമതലകളിൽ നിന്ന് നീക്കം ചെയ്തതായി ഗ്രേറ്റർ മാഞ്ചസ്റ്റർ പോലീസ് സ്ഥിരീകരിച്ചു. ഇയാളെ ഇതുവരെ സസ്പെൻഡ് ചെയ്തിട്ടില്ല. ഇൻഡിപെൻഡൻസ് ഓഫീസർ ഫോർ പോലീസ് കണ്ടക്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ട്രക്കും വാനും ഓവർലോഡ് ചെയ്താൽ £300 പിഴ അടയ്ക്കേണ്ടി വരാം. ഈ അടുത്ത് stressfreecarrentals.com നടത്തിയ ഒരു പഠനത്തിൽ നിരവധി ട്രക്ക് ഡ്രൈവർമാരും ഭീമൻ ഫൈനുകൾ അടയ്ക്കേണ്ടി വന്നേക്കാമെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. വാഹനം ഓവർലോഡ് ചെയ്താൽ വണ്ടിയുടെ ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് കൂടുകയും വണ്ടിയുടെ ടയറുകൾക്കും സസ്പെൻഷനും കേടുപാടുകൾ സംഭവിച്ച അപകടങ്ങൾ ഉണ്ടാകാമെന്ന കാരണത്താലാണ് ഡ്രൈവർ ആൻഡ് വെഹിക്കിൾ സ്റ്റാൻഡേർഡ്സ് ഏജൻസി അഥവാ DVSA £300 പിഴ നിർദ്ദേശിക്കുന്നത്. ഇതുകൂടാതെ നിരവധി ഡ്രൈവർമാർ അവർക്ക് അനുവദിച്ചിട്ടുള്ള വർക്കിംഗ് ഹവേഴ്സിൽ കൂടുതൽ ജോലി ചെയ്യുന്നുണ്ടെന്നും ചിലർ ടാക്കോഗ്രാഫിയിൽ മാറ്റങ്ങൾ വരുത്തുന്നുണ്ടെന്നും നിരവധി റിപ്പോർട്ടുകൾ പുറത്തുവന്നതിനെ ആസ്പദമാക്കി ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് കഠിനമായ പിഴ ചുമത്താനും തീരുമാനിച്ചിരുന്നു. stressfreecarrental.com പറയുന്ന അനുസരിച്ച് പല ഡ്രൈവർമാർക്കും ഈ നിയമങ്ങളെക്കുറിച്ച് ഗ്രാഹ്യമില്ലെന്നും അവർ ഇതിനെ കാര്യമായി എടുക്കാറില്ലെന്നും അതിനാൽ ആക്സിഡന്റുകൾ കൂടുന്നുണ്ടെന്നുമാണ് റിപ്പോർട്ട്. ഈ പറഞ്ഞ നിയമങ്ങൾ മാർച്ച് 2018 മുതൽ നിലവിലുള്ളതാണെങ്കിലും പലർക്കും ഇതേക്കുറിച്ച് ഗ്രാഹ്യമില്ലെന്നതാണ് സത്യം. അതിനാൽ ഡ്രൈവർമാരിൽ ഈ നിയമങ്ങളെക്കുറിച്ച് കൂടുതലായ അവബോധം വളർത്തണമെന്ന് അവരുടെ റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്നു. ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും കടകളിലെ മോഷണം 20 വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിലേക്ക്. 2024 മാർച്ച് വരെയുള്ള വർഷത്തിൽ 4,43,995 കുറ്റകൃത്യങ്ങൾ പോലീസ് രേഖപ്പെടുത്തി. മുൻ വർഷത്തേക്കാൾ 30% വർധനവാണിത്. 2003 റെക്കോർഡുകൾ ആരംഭിച്ചതിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിലയാണിത്. മോഷണത്തിന്റെ തോത് വർദ്ധിക്കുന്നത് ചില്ലറ വ്യാപാരികളിൽ ആശങ്ക ഉയർത്തുന്നു. കടകളിൽ മോഷണം നടത്തുന്നവർക്കെതിരെ കർശന പിഴ ചുമത്താൻ ഇവർ ആവശ്യപ്പെടുകയും ചെയ്തു. UKയിൽ ജോലി വാഗ്ദാനം ചെയ്ത് 8 ലക്ഷം രൂപ തട്ടിയ ഇടുക്കി സ്വദേശി അറസ്റ്റിൽ. വീണ്ടും ഒരു കുടുംബം വിസ തട്ടിപ്പിന് ഇരയായിരിക്കുകയാണ്. UKയിൽ ഫിഷ് കട്ടർ ജോലിയും ഭർത്താവിനും മകനും ഫാമിലി വിസയും വാഗ്ദാനം ചെയ്ത് കാരാഞ്ചിറ സ്വദേശിയായ യുവതിയിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയ ഇടുക്കി തൊടുപുഴ സ്വദേശി 28 വയസ്സുകാരൻ ജോബിയെ ഇരിഞ്ഞാലക്കുട DYSP KG സുരേഷിന്റെ നേതൃത്വത്തിൽ പിടികൂടി. മാസം 1,80,000 രൂപ ശമ്പളം ലഭിക്കുന്ന ജോലിയാണെന്ന് പറഞ്ഞ് 8 ലക്ഷത്തിൽ കൂടുതൽ രൂപയാണ് കൊളംബസ് ജോബ്സ് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന സ്ഥാപനത്തിന്റെ പേരിൽ ഇയാളുടെ അക്കൗണ്ടിലേക്ക് വാങ്ങിയതെന്ന് പോലീസ് അറിയിച്ചതായി മനോരമ റിപ്പോർട്ട് ചെയ്തു. ഉറക്കത്തിൽ ഹൃദയാഘാതമുണ്ടായതിനെ തുടർന്ന് മലയാളി യുവാവ് UKയിൽ മരിച്ചു. UK പ്ലിമൌത്തിന് സമീപം കോൺവാളിലെ ബിയോഡിൽ കുടുംബമായി താമസിച്ച ഹനോജ് M. കുര്യാക്കോസാണ് അന്തരിച്ചത്. ഉറക്കത്തിൽ നിന്ന് ഉണരാത്തതിനെ തുടർന്ന് പരിഭ്രാന്തരായ കുടുംബാംഗങ്ങൾ ആംബുലൻസ് സഹായം തേടുകയായിരുന്നു. ആംബുലൻസ് ടീം അംഗങ്ങൾ എത്തിയതിനെ തുടർന്ന് നടന്ന പരിശോധനയിലാണ് മരണം സ്ഥിരീകരിച്ചത്. 7 വർഷത്തോളം UKയിലുണ്ടായിരുന്ന ഹനോജ് വിസ കാലാവധി തീർന്നതിനെ തുടർന്ന് 2012 നാട്ടിൽ മടങ്ങിയിരുന്നു. തുടർന്ന് 6 മാസം മുൻപാണ് വീണ്ടും UKയിലെത്തുന്നത്.
മൃതദേഹം നാട്ടിലെത്തിച്ച് സംസ്കാരം നടത്താനാണ് കുടുംബാംഗങ്ങളുടെ ആഗ്രഹം. ഇതിനായുള്ള ക്രമീകരണങ്ങൾ കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും നേതൃത്വത്തിൽ നടത്തുന്നുണ്ട്. സംസ്കാരം പിന്നീട്. കാലാവസ്ഥാ വ്യതിയാനം കാരണം യുകെയിൽ കൂടുതൽ ചൂടും കനത്ത മഴയും അനുഭവപ്പെടുന്നു. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വളരെ ചൂടുള്ള കാലാവസ്ഥ യുകെയിൽ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ഇതോടൊപ്പം തന്നെ മഴയുള്ള ദിവസങ്ങൾ 20% വർധനവാണ് ഉണ്ടായത്. ഇത് അടിസ്ഥാന സൗകര്യങ്ങൾ, ആരോഗ്യം, കൃഷി എന്നിവയ്ക്ക് വെല്ലുവിളികൾ ഉയർത്തുന്നു. കഴിഞ്ഞ ഏതാനും ദശകങ്ങളായി 9% വെയിൽ കൂടുതലാണ്. അടുത്തയാഴ്ച യുകെയുടെ ചില ഭാഗങ്ങളിൽ 27°C വരെ താപനില ഉയരാനും സാധ്യതയുണ്ടെന്ന് മെറ്റ് ഓഫീസ് മുന്നറിയിപ്പ് നൽകി. ചൂട് കൂടിയതിനെ തുടർന്ന് ബീച്ചുകളിലും തടാകങ്ങളിലും കുളിക്കാനിറങ്ങുന്ന ആളുകളുടെ എണ്ണവും വർദ്ധിച്ചു. ലൈഫ് ഗാർഡുകളുള്ള ബീച്ചുകളിൽ മാത്രം നീന്താൻ പൊതുജനങ്ങളോട് മെറ്റ് ഓഫീസ് നിർദ്ദേശിക്കുന്നു. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം.